മണ്ണഴി AUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം ഫെബ്രുവരി 5, 6, 7 തീയതികളിലായി വിപുലമായി സംഘടിപ്പിക്കും. സിനിമ സീരിയൽ നടൻ വിനോദ് കോവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശതദീപ്തി എന്ന പേരിലാണ് ആഘോഷം ഒരുക്കുന്നത്. ഫെബ്രുവരി 5-ന് സിനിമ സീരിയൽ നടൻ വിനോദ് കോവൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. IFFK പുരസ്കാര ജേതാവ് ഉണ്ണികൃഷ്ണൻ ആവള മുഖ്യാതിഥിയാകും. ഫെബ്രുവരി 6-ന് പൂർവാധ്യാപകരെ ആദരിക്കുന്ന സ്നേഹാദരം ഒരുക്കും. കോട്ടയ്ക്കൽ മുരളി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. EN മോഹൻദാസ്, എഴുത്തുകാരി ഗിരിജ പാതേക്കര തുടങ്ങിയവർ സംബന്ധിക്കും. VK സതീദേവിയുടെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടക്കും. സമാപന സമ്മേളനം ഫെബ്രുവരി 7-ന് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. MLA ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനാകും. രാത്രി 7 മണിക്ക് KPSCയുടെ ഉമ്മാച്ചു എന്ന നാടകം അരങ്ങേറും. 100 വർഷം പഴക്കമുള്ള ഒരു വിദ്യാലയം, ഒരു സ്ഥാപനം 100 വർഷം നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കാനാണ് ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ പരിപാടികളായിട്ടാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് പരിപാടികൾക്ക് തുടക്കമാവും. 100 ഹൈഡ്രജൻ ബലൂൺ പറത്തിക്കൊണ്ടാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. രാവിലെ 10 മണി മുതൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. അതിനുശേഷം 3:30-ക്ക് തൊട്ടടുത്തുള്ള അംഗൻവാടികളിൽ നിന്ന് 8 അംഗൻവാടികളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. 5:30യോടുകൂടി ഉദ്ഘാടന സമ്മേളനം നടക്കും. ശ്രീ വിനോദ് കോവൂർ, MIT മൂസ ഫെയിം വിനോദ് കോവൂരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ ആവള നാഷണൽ സംവിധാനത്തിലുള്ള രജത ചകോരം നേടിയ ഉണ്ണികൃഷ്ണൻ ആവളയാണ് മുഖ്യ അതിഥിയായിട്ടുള്ളത്. ആ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ശ്രീ ഹബീബ് മമ്പാട്, വിനീഷ് തുടങ്ങിയ നൃത്ത അധ്യാപകരെ അണിയിച്ചൊരുക്കുന്ന നൃത്തസന്ധ്യയുണ്ട്. അതിൽ മുഴുവൻ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളാണ് അണിനിരക്കുന്നത്. 2ാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ സ്നേഹാദരം എന്നുള്ളൊരു പരിപാടിയാണ്. ഇവിടെ നിന്ന് വിരമിച്ച മുഴുവൻ പൂർവ്വ അധ്യാപകരും സംഗമിക്കുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ കോട്ടയ്ക്കൽ മുരളിയാണ് ആ ചടങ്ങിന് ആതിഥേയം വഹിക്കുന്നത്. പ്രണവ് എന്നൊരു ഗായകൻ കൂടി ഈ പൂർവ്വ അധ്യാപകർക്ക് ആ ചടങ്ങ് അവിസ്മരണീയമാക്കാനായിട്ട് എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ സാംസ്കാരിക ഘോഷയാത്രയാണ്. അതിൽ ശിങ്കാരിമേളം, നാടൻ കലാരൂപങ്ങൾ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അണിനിരന്നുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഘോഷയാത്രയാക്കി അതിനെ മാറ്റാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടന്നു കഴിഞ്ഞു. വൈകുന്നേരം സാംസ്കാരിക സായാഹ്നമുണ്ട്. സാംസ്കാരിക സായാഹ്നത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹം കവിയാണ്, സാഹിത്യകാരനാണ്, പത്മപ്രഭ പുരസ്കാര ജേതാവാണ്. അതിൽ ഒരു പുസ്തക പ്രകാശനം കൂടി നടക്കുന്നുണ്ട്. ആ പുസ്തക പരിചയം നടത്തുന്നത് ശ്രീമതി ഗിരിജ പാതേക്കര. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ഈ ചടങ്ങിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ജനകീയോത്സവമാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നു. 3ാമത്തെ ദിവസം ഉച്ചവരെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള അവസരമാണ്. കൂടാതെ നമ്മുടെ സ്കൂളിലെ KG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങുണ്ട്. വൈകുന്നേരം സമാപന സമ്മേളനം കായിക മന്ത്രി V അബ്ദുറഹ്മാനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ സംബന്ധിക്കുന്ന ആ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായൊരു സദസ്സാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു. സമാപന ദിവസം ഏറ്റവും ആകർഷണീയമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ KPSCയുടെ ഒരു നാടകം ഉമ്മാച്ചു, ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ്. അതിലും മുഴുവൻ നാട്ടുകാരും സംബന്ധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അംഗൻവാടി കുട്ടികൾ എന്നിവരുടെ കലാപരിപാടികളും 3 ദിവസങ്ങളിലായി നടക്കും. ഇതിൻ്റെ ആലോചന ഘട്ടം മുതൽ തന്നെ നമ്മൾ ഈ നാട്ടിലെ ഈ മണ്ണഴിയിലെയും ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലെയും പൂർവ്വ വിദ്യാർത്ഥികളും
അതുപോലെ തന്നെ മറ്റ് മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ കമ്മിറ്റിയും കാര്യമൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വിവിധങ്ങളായ പരിപാടികൾ ഇതിനിടയിൽ നടന്നു കഴിഞ്ഞു. അതിൻ്റെ സമാപനമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ 5, 6, 7 തീയതികളായിട്ട് ഗംഭീര പരിപാടികൾ നടക്കുന്നത്. വളരെ ഗംഭീരമായി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ സ്കൂളിലെ അധ്യാപകരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് വലിയൊരു ആഘോഷമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു വിജയമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ശതാബ്ദി സ്മാരകമായിട്ട് നമുക്കൊരു ഉപഹാരമായിട്ട് നമ്മുടെ ഒരു പുതിയ കെട്ടിടം 12 ക്ലാസ് റൂമുകളുള്ള ഒരു പുതിയ കെട്ടിടം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാം ദിവസത്തെ പരിപാടിയായിട്ട് നമ്മുടെ ഒരു സ്മരണിക, നമ്മുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സ്മരണികയുടെ പ്രകാശനം കൂടി നടത്തുന്നുണ്ട്. നമ്മൾ ഈ സ്വാഗത സംഘം രൂപീകരിച്ച് ആദ്യം ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു, നാട്ടിൽ എത്രത്തോളം ഇതിൻ്റെ പിന്തുണ കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെ കടത്തിവെട്ടിക്കൊണ്ട് മുഴുവൻ നാട്ടുകാരും അതുപോലെ തന്നെ സമീപത്തുള്ള മുഴുവൻ ക്ലബ്ബുകളും ഈ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് വലിയ പിന്തുണയാണ് നൽകിയത്. നമുക്കറിയാം, ഇവിടെ നടന്ന മെഗാ തിരുവാതിര, മെഗാ ഒപ്പന, വടംവലി, നമ്മുടെ ഗെയിംസ് മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങളിലൊക്കെ തന്നെ ഏറ്റെടുത്ത് നടത്തിയത് ഇവിടുത്തെ ക്ലബ്ബുകളുടെ ചെറുപ്പക്കാരാണ്. ഹെഡ് മിസ്ട്രസ് VK സതീദേവി, PTA അധ്യക്ഷൻ TPA സിറാജുദ്ദീൻ, മാനേജ്മെന്റ് അംഗം K മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ VK ലത, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PV മോഹനൻ, KU ഇക്ബാൽ, VM ശിവശങ്കരൻ, KP മനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.